ഹലോ ഹലോ വാപ്പ. മോളെ ആ, ഒരു സന്തോഷമാവും വാപ്പ. അവിടെ എങ്ങനെ ഉണ്ട് ഇപ്പോഴേ? ഒന്നും പറയണ്ട, ഒരു മരണ വീട് കണക്കായി. മാമിയാണെങ്കിൽ ഉണ്ടല്ലേ, ഒന്നും കഴിച്ചില്ല, നേരെ കയറി കിടന്നുറങ്ങി. നേരത്തെ ഗുളികയും വാരി തിന്നുകൊണ്ട് നേരത്തെ കയറി കിടന്നുറങ്ങി. ഇത്രയും നേരം ഇവിടെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ് കുറച്ച് വീട്ടിലേക്ക് സാധനത്തിന് പറഞ്ഞു വിട്ട അങ്ങനെ പുറത്തോട്ട് പോയേക്കുക. ആ സമയത്താണ് ഞാൻ വാപ്പായെ വിളിച്ചത്. ഒന്നും പറയണ്ട മോളെ. മോളെ അടുത്ത ഐഡിയ എന്താണ്? വാപ്പായോട് ഇപ്പൊ പറയണോ? എന്റെ വാപ്പ അല്ലേ, ഞാൻ പറയാം. അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാ, ഈ വഴക്കൊന്നുമില്ല എനിക്ക്. മാമിയെ ഞാനങ്ങ് സ്നേഹിക്കും, സ്വന്തം മോളായിട്ട്. അവരെ മുമ്പിൽ ഞാൻ നല്ല മോളായിരിക്കും, മരുമോളല്ല, സ്വന്തം മോള്. ഇക്കാടെ മുന്നിന് നല്ല ഉത്തമയായ ഭാര്യ. പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും ഇക്ക ഞാൻ പറയുന്ന മാത്രമേ വിശ്വസിക്കൂ. ഉമ്മായ്ക്കും ഞാൻ പറയുന്ന മാത്രമായിരിക്കണം അവസാന വാക്ക്. പാപ്പ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു, പറ മോളെ. അങ്ങനെ ഞാൻ സ്നേഹിച്ച് ഞാൻ മാത്രമായിരിക്കും സ്നേഹിക്കുന്നത്. ഉമ്മായും മോനും തെക്കും വടക്കും ആയിരിക്കും. അതാണ് എൻ്റെ ഐഡിയ. കൊള്ളാവോ? വാപ്പാടെ മോള് തന്നെ. പിന്നല്ലേ. അവസാനം ഇക്കായും എൻ്റെ ഈ കൈവെള്ളയില് അങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ മോളെ. ഉമ്മാടോടുള്ള സ്നേഹവും ക്ഷമയെ കളഞ്ഞില്ലേ, അതേപോലെ കുറച്ച് ദിവസം വിഷമമൊക്കെ കാണുമായിരിക്കും അവള് പോയതിൻ്റെ. പക്ഷേ കുറച്ച് ദിവസം മാത്രമായിരിക്കും അത്. ഇത്രയൊക്കെ ആക്കിയെടുക്കാമെങ്കിൽ ഈ പറയുന്നത് ഞാൻ നടത്തിയെടുക്കും. അവരിനി എഴുന്നേറ്റ് വരുന്നോന്ന് അറിയത്തില്ല. എനിക്കിന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം. അവളിവിടുന്ന് പോന്നടം വരെ ഒരു ടെൻഷനായിരുന്നു. എങ്ങനെയെങ്കിലും ഇക്ക അറിയോന്ന്. പക്ഷെ അറിഞ്ഞില്ല. ഈ കാട്ടിയതൊക്കെ ഇത്തിരി കൂടിപ്പോയോ? ഇക്കായും മാമിയൊന്നും ഇന്നലെ മുതൽ എന്നോട് സംസാരിക്കുന്ന ഓടിയില്ല. അമിതാവേശം മൂത്ത് ഞാൻ കുറേയൊക്കെ അങ്ങ് സംസാരിച്ചു പോയി. ആരും സംസാരിക്കാതിരുന്നപ്പോൾ എനിക്കെന്തോ ഒരു വിഷമം. മറ്റേ മാമിയെങ്കിലും എൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. എനിക്ക് ഇത്രയും ലേറ്റ് ആവുന്ന എന്താ? 11 മണിയായല്ല. എന്നാലും എന്നോട് സംസാരിക്കത്തോടിയില്ല. ഞാൻ ആഹാരം കൊടുത്താൽ കഴിക്കത്തുമില്ല. എന്നോടെന്തോ ദേഷ്യം കണക്കാ. എൻ്റെ ആവേശം ഇച്ചിരി മൂത്തുപോയി. വേണ്ടായിരുന്നെന്ന്. എന്തായാലും കാത്തിരിക്കാം. ഇക്ക എത്ര വെറുപ്പ് കാണിച്ചാലും എനിക്കെന്തോ ഒരു സ്നേഹം ഉള്ളിലുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്. എൻ്റെ ഭർത്താവിനെ എനിക്ക് മാത്രമായിട്ട് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ച തെറ്റാ? അപ്പൊ ചോദിക്കും, ഷെമി അങ്ങനെ അല്ലേന്ന്. ഷെമി എനിക്ക് വേണ്ടി ഒഴിഞ്ഞു തന്നെയല്ലേ. ഷെമിയുടെ മനസ്സാണോ എല്ലാവർക്കും? എല്ലാ സ്ത്രീകളും അങ്ങനെയാണോ? ഒരിക്കലും അല്ല. എല്ലാവരും സ്വാർത്ഥത ഉള്ളവരായിരിക്കും. ഞാനും ആ സ്വാർത്ഥതയല്ലേ കാണിച്ചോളൂ. ഒക്കെ വരുന്നിടം വരെ കാത്തിരിക്കാം, നേരം വെളുക്കുന്നയിടം വരെ ആയാലും.
പുട്ടെടുത്തേക്കിട്ടാ കഴിക്കാൻ. കഴിക്കാൻ വാക്ക. ആഹാരം ഇന്ന് ഒന്നും കഴിച്ചില്ലല്ലോ അക്ക. ഇത്തിരി കഴിച്ചിട്ട് കട. ഇന്നലെ ഒന്നും കഴിച്ചില്ല. എനിക്കിവിടെ നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നു. പക്ഷെ നീ വന്ന് കയറിയതോടുകൂടി എൻ്റെ എല്ലാ സ്വസ്ഥതയും പോയി. എനിക്ക് നിന്റെ ആഹാരമൊന്നും വേണ്ട. ഞാനിപ്പോ ഈ വീട് എനിക്കൊരു നരക വീട് പോലെയാണ്. അങ്ങനൊന്നും പറയല്ലേ വാ. കഴിച്ചിട്ട് കിടക്കാം ഇക്ക. കൂടിപ്പോയെല്ലാം. ഈ വാപ്പ ഓരോന്ന് പറഞ്ഞു തന്നിട്ട് ഞാൻ ചെയ്തു കൂട്ടിയതാണല്ലോ. എൻ്റെ ഈ ജീവിതം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയില് ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. എല്ലാ ഇക്കായോട് പറയണം. അല്ലെങ്കിൽ എനിക്ക് തന്നെ വീർപ്പുമുട്ടല. ഇക്കായെ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണല്ലോ. അവിടെ എന്നെ ലോക്കാക്കി. എനിക്ക് അവിടെ സ്ഥാനം ഇല്ലാതായി മാറിയല്ലോ. ഹലോ ഹലോ, ഞാനേക്കാ. കഥക് തുറക്ക്. ഷെമിയ, നീ ഇതെവിടെയായിരുന്നു ഇത്രയും ദിവസം? ആരും ഉണ്ടാക്കി? നീ എപ്പോഴും വന്ന്? കാക്ക ഉണ്ടാക്കി. കാക്ക എവിടെ? കാക്ക പോയാ? പോയി. കാക്കയ്ക്കുന്ന് പോണം. ടിക്കറ്റ് എടുത്തേക്കോ കാക്ക പോവാൻ. നീ ഗൾഫിൽ പോയെന്ന് പറഞ്ഞിവിടെ? ഞാൻ പോവും. അങ്ങനെ എനിക്ക് ഇക്കായി വിട്ടിട്ട് പോകാൻ പറ്റുമോ? പക്ഷെ ഇന്ന് കാക്ക എനിക്കും കൂടെ ടിക്കറ്റ് എടുത്തതാ. പക്ഷെ ഞാൻ പോവാൻ തയ്യാറായില്ല. അങ്ങനെ അവസാനം എന്റെ വാശി എന്നെ ജയിച്ചു. കാക്ക എന്നെ ഇവിടെ കൊണ്ടുവിട്ടു. എന്നിട്ട് പോയി. ജമീല, നീ ഉദ്ദേശിക്കുന്ന കണക്കുള്ള ബന്ധമല്ല ഞങ്ങളുടേത്. എനിക്ക് കൂടുതൽ നിന്നോട് സംസാരിക്കാനും താല്പര്യമില്ല. അപ്പോഴും നീ എന്നെ ഫോൺ വിളിക്കായിരുന്നെന്ത്? ഞാൻ വിളിച്ചിരുന്നു. എന്റെ ഫോണിലോ? അപ്പോഴ് അതൊക്കെ ഞാൻ ഇക്കായോട് പിന്നെ പറയാം. ഞാൻ വിളിച്ചായിരുന്നു. ഇല്ല ജമീല. അപ്പോൾ ഫോൺ എടുത്താര്? ഇക്കായ്ക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് ഇക്ക പറഞ്ഞു. ഞാനോ? ജമീല പറയിച്ചു. അല്ല ജമീല. ജമീല പോട്ടെ. പക്ഷേ ജമീല, ഞങ്ങളെ പിരിക്കാൻ പറ്റില്ല ജമീല നിന്നെക്കൊണ്ട്. അത് നീ മനസ്സിലാക്കണം കേട്ടോ. എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്തോ സങ്കടം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ എത്തിപ്പെട്ടു. കാക്കായോട് ഒരുപാട് വാശി പിടിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. എനിക്ക് ഇക്കായോട് ജീവിച്ചാൽ മതി. അത് ഞാൻ കളയത്തില്ല ജമീല. പക്ഷെ നീ ഞങ്ങളെ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു. ഇനിയെങ്കിലും നീ ഞങ്ങളെ മനസ്സിലാക്കണം. ഞങ്ങളെ സ്നേഹം അങ്ങനെയാണ്. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ കളഞ്ഞിട്ട് പോകുന്ന ബന്ധമല്ല.
കേട്ടോ. ഷെമി, നീ പോയി ഫ്രഷ് ആവ്. ജമീല, ഷെമി ആഹാരം കഴിച്ചാ? ജമീല, നമുക്ക് രണ്ടുപേർക്കും ആഹാരം ഇട്. വേഗം റെഡിയാക്കി പോയി. നീ പോയി ഫ്രഷ് ആവ്. ഷെമി ചെല്ല്. പോവാക്ക. ഇക്ക, എനിക്ക് ജമീലയോട് ഒന്ന് സംസാരിക്കാനുണ്ട്. എന്നോടെന്താ സംസാരിക്കാൻ? നിനക്ക് എന്താണ് ജമീലയോട് സംസാരിക്കാനുള്ളത്? അത് ഞാനും കൂടി അറിയട്ടെ. ഇപ്പൊ ഇക്ക അറിയണ്ടക്ക, ഞാൻ ജമീലയോടല്ലേ സംസാരിക്കാൻ പോകുന്നത്. അത് ഇക്കായോട് ഞാൻ പറയാം. ഞാനൊന്നും ഇക്കായെ മറച്ചു വെക്കത്തില്ല, അതെല്ലാം പറയാം. പക്ഷെ ഇപ്പൊ ഞാൻ ജമീലയോട് ഇത്തിരി സംസാരിച്ചോട്ടെ, പ്ലീസ്. ഇക്ക ഒന്ന് പോ. ജമീല, നമ്മൾ രണ്ടുപേരും സ്ത്രീകളല്ലേ ജമീല? എന്ത് സിറ്റുവേഷനിലാണ് നീ ഇങ്ങോട്ട് വന്നതെന്നുള്ള ഒരു ചിന്തയെങ്കിലും നിനക്ക് വേണ്ടേ? അങ്ങനെ കളഞ്ഞിട്ട് പോകാനായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ വേർപിരിഞ്ഞിട്ടായിരുന്നല്ലോ നിന്റെ ഈ കല്യാണം നടക്കേണ്ടത്. പക്ഷെ ഇപ്പൊ അങ്ങനല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഇക്കായിട്ട് വേർപിരിയത്തില്ല. എല്ലാവരും ചോദിക്കും, ഭർത്താവ് വേറെ കല്യാണം കഴിച്ചിട്ടും ഞാൻ ഇവിടെ കയറി നിൽക്കുന്ന എന്തിനാന്ന്. ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല ജമീല. നീ ആരൊക്കെ വന്ന് പിരിച്ചാലും ഞങ്ങൾ പിരിയത്തില്ല. എൻ്റെ കാക്കായെയും എൻ്റെ വാപ്പ വിളിച്ചു പറഞ്ഞിട്ടാ വന്നതെന്ന് കാക്ക എന്നോട് പറഞ്ഞു. ഞാൻ എല്ലാം അറിഞ്ഞിട്ടാ വന്നേക്കുന്നത് ജമീല. നീ വാപ്പ എന്തൊക്കെയാണോ പറഞ്ഞു നടക്കുന്നതും എന്തൊക്കെ പറയാൻ പറ്റിയോ അതെല്ലാം പറയുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് വാപ്പ പറഞ്ഞിട്ട് എൻ്റെ ബിസിനസ് നിർത്തലാക്കി എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാനാണ് എൻ്റെ കാക്ക ഇവിടെ വരുത്തിച്ചത്. പക്ഷേ റബ്ബ് എൻ്റെ കൂടെയാ. ഞാൻ കുറെ കരഞ്ഞു പറഞ്ഞപ്പോൾ എൻ്റെ കാക്ക എല്ലാം വിശ്വസിച്ചു. സഹോദരങ്ങൾ അങ്ങനെയാണ്, നമ്മളുടെ വിഷമങ്ങൾ അവർ മനസ്സിലാക്കും. അങ്ങനെ ഒരു ബന്ധവും കൂടെ ഉണ്ട്. അത് നിനക്ക് മനസ്സിലാവത്തില്ല, കാരണം നിനക്കൊരു സഹോദരനില്ല. കാക്ക എന്നോടെല്ലാം പറഞ്ഞു. പക്ഷെ ഇത്ര ബുദ്ധിമുട്ടിച്ച് കാക്ക ഇവിടെ വരെ വരുത്തിക്കണ്ടായിരുന്നു കേട്ടോ. അത് ഇത്താക്കയോട് പറയരുത് പ്ലീസ്. നീയും വാപ്പായും ഒരുപാട് അതിനു വേണ്ടി കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനി മുതൽ നീ ഇവിടുന്ന് പോകുന്നുമില്ല. നിന്നെ നന്നാക്കി എടുക്കാവെന്ന് ഞാൻ നോക്കുക. പിന്നെ അതിന് ഞാൻ ഇക്കായോടൊത്ത് ജീവിച്ച് നിന്നെ ഞാൻ നന്നാക്കി എടുക്കും. നിന്നെ എന്തിനാണോ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്, അതുകൊണ്ട് നീ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോവാന്ന് നീ വിചാരിക്കണ്ട. ഞാൻ ഒരുപാട് കണ്ണീര് കുടിച്ച് കുറച്ച് ദിവസം കൊണ്ട്. നിന്നെ ഞാൻ കണ്ണീര് കുടിപ്പിക്കത്തൊന്നുമില്ല. പക്ഷേ നീ നല്ലൊരു പെണ്ണാക്കി ഞാൻ എടുക്കും. പെണ്ണാക്കി, കേട്ടോ? ഞാൻ ഒന്ന് ഫ്രഷായി വരട്ടെ. നീ ഞങ്ങൾക്ക് ഫുഡ് എടുത്തു പോയി. ഞാൻ ഇപ്പം റെഡിയാക്കാം. കേട്ടോ, കഥ അടച്ചേക്കാം. അതിനു വേണ്ടി നീ കഷ്ടപ്പെടണ്ട. ഞാൻ മോളിൽ കാണുവേ. ഈ വാപ്പ എന്നെ ഒരു വല്ലാത്ത കുരുക്കിലാണല്ലോ വിട്ടത്. എന്താ ചെയ്യും? ഈ വാപ്പ പറയുന്നൊന്നും കേൾക്കാത്തേ നല്ലത്. വീട്ടിലോട്ട് പോയിട്ട് എന്തിനാ? ഇവിടെ തന്നെ എങ്ങനെയെങ്കിലും നിന്ന് പോവും.
ഈ സൗഭാഗ്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഞാൻ എന്തിനാ എൻ്റെ വാപ്പാടെ കൂടെ പോകുന്നത്? അതും വേണ്ട, ഇവരോടൊത്ത് നിൽക്കാം. കുറേ വാശിയും വൈരാഗ്യവും ഒക്കെ മനസ്സിൽ നിന്ന് കളയാം.